നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഈസ്റ്ററിനോടനുബന്ധിച്ച് പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സർക്കാരിന്റെ ലഘുലേഖ. ഭരണത്തിന്റെ നാനാ തലങ്ങളിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചത്. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശദമായി പരിശോധിച്ച് പോലീസ്. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നത് താൻ മാത്രമല്ല എന്നാണ് പോലീസിന് ഷൈൻ മൊഴി നൽകിയത്. ഷൈന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സിനിമാ മേഖലയിൽ ലഹരി പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങി പോലീസ്. ഷൈന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നാളെ 2 യോഗങ്ങൾ ചേരും. ലഹരിക്കേസിൽ നാളെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യും. ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ച നടി മാല പാർവതിക്കെതിരെ വിമർശനവുമായി നടി രഞ്ജിനി. പരിശീലനം ലഭിച്ച ഒരു സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമായിട്ടും ഇതുപോലുള്ള കുറ്റവാളികളെയാണ് മാല പാർവതി പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു രഞ്ജിനിയുടെ വിമർശനം. മാല പാർവതി അവസരവാദിയാണെന്നും നടിയുടെ നിലപാടിൽ ദുഃഖിതയാണെന്നും രഞ്ജിനി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. ലൈംഗികാതിക്രമങ്ങളെ ലളിതവൽക്കരിച്ചുള്ള മാല പാർവതിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു രഞ്ജിനി രംഗത്തെത്തിയത്. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 70ാം ദിവസം കടക്കുമ്പോൾ പ്രാദേശിക പിന്തുണയോടെ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആശമാർ. 4ാം ഘട്ട സമരത്തിന്റെ പ്രഖ്യാപനം നാളെ നടക്കും. അതേസമയം ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം 62 ആക്കിയ നടപടി കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചതായി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഓണറേറിയം കൂട്ടണം, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കണമെന്നുമുള്ള പ്രധാന ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആശാസമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിനെ വിമർശിച്ച് സാറ ജോസഫ്. ആശമാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നും ഇവരുടെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിന് പാർട്ടിക്ക് പുറത്തുനിന്ന് ആളുകൾ വരേണ്ടി വരുന്നത് സങ്കടകരമാണെന്നും സാറ ജോസഫ് പറഞ്ഞു. തൃശൂർ വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സാറ ജോസഫ്. സുപ്രീം കോടതി വിധിക്കെതിരെ രൂക്ഷ പരാമർശങ്ങൾ ഉന്നയിച്ച BJP MP നിഷികാന്ത് ദുബെയെ തള്ളി പാർട്ടി നേതൃത്വം. ദുബെയുടെ പ്രസ്താവനയോട് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ. ഇതിനു പിന്നാലെ പാർട്ടി താക്കീതും നൽകി. സുപ്രീം കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റും നിയമസഭകളും പൂട്ടുന്നതാണ് നല്ലതെന്നായിരുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള MP ആയ നിഷികാന്ത് ദുബെ പ്രസ്താവിച്ചത്. CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി S സതീഷിനെ തെരഞ്ഞെടുത്തു. തീരുമാനം MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. ADGP MR അജിത് കുമാറിന് വീണ്ടും വിശിഷ്ട സേവന ശുപാർശ. DGP ആണ് സർക്കാരിനോട് ശുപാർശ ചെയ്തത്. രാഷ്ട്രപതിയുടെ മെഡലിനായുള്ള ശുപാർശ നേരത്തെ 4 തവണ കേന്ദ്രം തള്ളിയിരുന്നു. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വിദ്യാർത്ഥികൾക്ക് ചലച്ചിത്ര അക്കാദമി നൽകിയ ഹ്രസ്വചിത്രത്തിലെ ദൃശ്യങ്ങൾക്കെതിരെ വിമർശനം. പരാതി ഉയർന്നതിന് പിന്നാലെ ഭീതിതമായ ദൃശ്യങ്ങൾ മാറ്റി ചലച്ചിത്ര അക്കാദമി. അടുത്ത മാസം നടത്തുന്ന ചലച്ചിത്ര ആസ്വാദന ശില്പശാലയിൽ പങ്കെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ. ദൃശ്യത്തിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ രംഗത്തെത്തി. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം. മെയ് മാസം പകുതിയോടെ കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം. കുറ്റാരോപിതയായവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കണ്ണൂർ സർവകലാശാല BCA ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കാസർകോട് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടി. പ്രിൻസിപ്പൽ P അജീഷിനെ സസ്പെൻഡ് ചെയ്തു. അജീഷിനെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ നടപടി.
ചോദ്യപേപ്പർ ചോർത്തിയത് പ്രിൻസിപ്പൽ തന്നെയാണെന്നാണ് സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തിയിരുന്നത്. ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ മണ്ണിടിച്ചിലിൽ 3 മരണം. 100-ലേറെ പേരെ മേഖലയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ഒഴിപ്പിച്ചു. 10ഓളം വീടുകൾ പൂർണ്ണമായും 30ഓളം വീടുകൾ ഭാഗികമായും തകർന്നു. റംബാൻ ജില്ലയിൽ ജമ്മു ശ്രീനഗർ ദേശീയപാത താൽക്കാലികമായി അടച്ചു. നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ജമ്മു മേഖലയിലുടനീളം മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ 5 പേർ മരിച്ചു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പാർട്ടിയും ഒന്നിക്കുന്നതായി സൂചന. ഉദ്ധവിന്റെ ബന്ധുവും ശിവസേന നേതാവുമായിരുന്ന നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ 2005-ലാണ് ഉദ്ധവുമായുണ്ടായ തർക്കത്തെ തുടർന്ന് ശിവസേന വിടുന്നത്. തങ്ങളുടെ ഇടയിലെ തർക്കത്തേക്കാൾ വലുതാണ് മഹാരാഷ്ട്രയുടെ ഭാവിയെന്നും രാജ് താക്കറെ. ഗുജറാത്ത് രാജ്കോട്ടിൽ 4 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ സ്വകാര്യ ഭാഗത്ത് അടിച്ചു പരിക്കേൽപ്പിച്ച അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുള്ളതായി കുട്ടി അമ്മയോട് പറയുകയും തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ പരിക്കുമൂലം അണുബാധ കണ്ടെത്തുകയുമായിരുന്നു. സംഭവത്തിൽ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമേരിക്ക സന്ദർശനത്തിനായി ബോസ്റ്റൺ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സന്ദർശന വേളയിൽ റോഡ് ഐലൻഡിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയും ഫാക്കൽറ്റി അംഗങ്ങളുമായും വിദ്യാർത്ഥികളുമായും സംവദിക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ US സന്ദർശനമാണിത്. യുക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക ഈസ്റ്റർ വെടിനിർത്തലിന് പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇന്ന് അർദ്ധരാത്രി വരെയാണ് വെടിനിർത്തൽ നീണ്ടു നിൽക്കുക. ഉക്രൈന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നും പുടിൻ പറഞ്ഞു. മാനുഷിക ആവശ്യങ്ങൾക്കാണ് വെടിനിർത്തുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ ഈസ്റ്റർ ദിനത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും റഷ്യ ആക്രമണം തുടരുന്നുണ്ടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നിരവധി ഫ്രണ്ട് ലൈൻ സെക്ടറുകളിൽ റഷ്യൻ ആക്രമണം തുടരുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ് മോസ്കോയിൽ നിന്ന് വരുന്ന വാക്കുകളിൽ വിശ്വാസമില്ലെന്നും സെലൻസ്കി പറഞ്ഞു. ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെ നശിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും പ്രദേശം ഇസ്രായേലിന് ഭീഷണിയാക്കില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു പറഞ്ഞു. യമനിൽ ഹൂത്തികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ US ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹൊദൈദ തുറമുഖത്തും വിമാനത്താവളത്തിലും അമേരിക്ക 13 വ്യോമാക്രമണങ്ങൾ നടത്തിയതായാണ് ഹൂത്തികളുമായി ബന്ധപ്പെട്ട് TV ചാനൽ റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനമായ സനയിലെ അൽ തവറ, ഭാനി മദാർ, അൽ സഫിയ ജില്ലകളിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ വർഷം അവസാനം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് US പ്രസിഡന്റ്. അനുയായിയും ടെക് സംരംഭകനുമായ ഇലോൺ മസ്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ത്യ US സഹകരണത്തെക്കുറിച്ച് നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം മസ്ക് എക്സിലൂടെ ഈ വിവരം പങ്കുവയ്ക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി തോന്നിയെന്നും ഈ വർഷാവസാനം ഇന്ത്യ സന്ദർശിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മസ്ക് പറഞ്ഞു. 8 ചീറ്റകളെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനം. ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, കെനിയ എന്നിവിടങ്ങളിൽ നിന്ന് ചീറ്റകളെ കൊണ്ടുവരാനാണ് നീക്കം. 2 ഘട്ടങ്ങളിലായാണ് 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. മെയ് മാസത്തോടെ ബോട്സ്വാനയിൽ നിന്ന് 4 ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. ചീറ്റ പദ്ധതിക്കായി രാജ്യത്ത് ഇതുവരെ 112 കോടിയിലധികം രൂപ ചിലവഴിച്ചതായി NTCA ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരള കർണാടക അതിർത്തി പുൽപ്പള്ളിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മാടപ്പള്ളിക്കുന്നിന് സമീപം കന്നാരം പുഴയിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരു ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റാണ് ആന ചരിഞ്ഞത്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കൊമ്പുകൊണ്ട് കുത്തേറ്റ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്.
കണ്ണൂർ ചെറുകുന്ന് ക്ഷേത്രോത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു. ഭയന്നോടിയ ആളുകളുടെ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റു. ആനകൾ ക്ഷേത്രത്തിൽ കെട്ടിയ പന്തൽ തകർക്കുകയും പരിഭ്രാന്തി പരത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനകളെ തളച്ചത്. കാസർകോട് കുറത്തിക്കുണ്ടിൽ ലഹരിക്കടിമയായ യുവാക്കൾ നടത്തിയ അക്രമത്തിൽ 2 പേർക്ക് പരിക്ക്. സഹോദരങ്ങളായ ജിഷ്ണു, വിഷ്ണു എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഭിംബുങ്കാൽ സ്വദേശി സനീഷിനാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കേച്ചേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി പട്ടിക്കര സ്വദേശി അദ്നാൻ, കേച്ചേരി മണലി സ്വദേശി ബാസി എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് കൊടുവള്ളിയിൽ വൻ ലഹരിവേട്ട. 11,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുഹസിന്റെ വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. 6 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ് ലഹരി വസ്തുക്കൾ. ഇയാളുടെ ചെരുപ്പ് കടയിൽ നിന്ന് ഇന്നലെ 890 പാക്കറ്റ് ഹാൻസും പിടികൂടിയിരുന്നു. തൃശൂർ പട്ടിക്കാട് സ്കൂട്ടറിൽ മദ്യക്കച്ചവടം നടത്തുന്നതിനിടെ 35 കുപ്പി വിദേശ മദ്യവുമായി മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിലായി. രവിയാണ് പിടിയിലായത്. ഇയാൾ സ്കൂട്ടറിൽ സഞ്ചരിച്ച് സ്ഥിരമായി മദ്യക്കച്ചവടം നടത്തിവരുന്ന ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം നഗരത്തിൽ വൻ ലഹരിവേട്ട. വാഹന പരിശോധനയ്ക്കിടെ 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. പോലീസിന് മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലഹരി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാകാമെന്നാണ് സൂചന. കോഴിക്കോട് വടകര മയ്യന്നൂരിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. വെളിയങ്ങോട്ട് സ്വദേശി മുഹമ്മദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 6 ഗ്രാം MDMA-യാണ് ഡാൻസ സ്ക്വാഡും വടകര പോലീസും ചേർന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് പിടിയിലായത്. വടകര ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ ആളെ തൃശൂർ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി പ്രദീപാണ് പിടിയിലായത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്തെ കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തിവരുന്നുണ്ടെന്ന് രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ കോടശ്ശേരിയിൽ വളർത്തുനായ വീട്ടിലെത്തിയതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിനിടെ അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തി. കോടശ്ശേരി മാരാക്കോട് സ്വദേശി ഷിജുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ അന്തോണി ആണ് കൊലപ്പെടുത്തിയത്. ഷിജുവിന്റെ വീട്ടിലെ വളർത്തുനായ അന്തോണിയുടെ വീട്ടിലെത്തിയതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലം കുമ്മിളിൽ ബൈക്ക് മോഷണ കേസിലെ 2 പേരെ കസ്റ്റഡിയിൽ വാങ്ങി. തിരുവനന്തപുരം പാലോട് സ്വദേശി അരുൺ, തെന്നൂർ സ്വദേശി വിഷ്ണു എന്നിവരെയാണ് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഫെബ്രുവരിയിൽ കുമ്മിൾ അമ്പലമുക്കിൽ നിന്നും പ്രതികൾ ബൈക്ക് മോഷ്ടിക്കുകയായിരുന്നു. പാലോട് പോലീസിന്റെ പിടിയിലായ പ്രതികളെ 3 ദിവസത്തേക്കാണ് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പത്തനംതിട്ട കുളനട ആറന്മുള റൂട്ടിൽ പൈവഴിയിൽ ഹിറ്റാച്ചി മറിഞ്ഞ് അപകടം. ഒരാൾ മരിച്ചു. മരിച്ചത് ബംഗാൾ സ്വദേശി സൂരജ്. കൂട്ടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്യുകയായിരുന്ന ഹിറ്റാച്ചിയാണ് അപകടത്തിൽപ്പെട്ടത്. പന്തളം പോലീസും ചെങ്ങന്നൂർ അടൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. തൃശൂർ തിരുവില്ലാമലയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തോഴൂർ വീട്ടിൽ രാജനാണ് ഇന്ന് രാവിലെ ഒറ്റപ്പാലം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെ മരണപ്പെട്ടത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നുവെങ്കിലും ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സർവീസ് റോഡിലേക്ക് വീണ് യുവാവ് മരിച്ചു.
കോട്ടുകാൽ സ്വദേശി മഹേഷാണ് മരിച്ചത്. മുക്കോലയ്ക്ക് സമീപത്തായിരുന്നു അപകടം. 40 അടി താഴ്ചയിലേക്കാണ് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. വിഴിഞ്ഞം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സാമൂഹ്യവിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്താണ് വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചുവെന്നാണ് പരാതി. കോഴിക്കോട് ഫാറൂഖിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും പണവും മൊബൈൽ ഫോണുകളും കവർന്നയാൾ പിടിയിൽ. നിലമ്പൂർ സ്വദേശി അബ്ദുൾ റഷീദാണ് പിടിയിലായത്. നിലമ്പൂരിലെ ലോഡ്ജിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ചന്തക്കടവിൽ നിന്നും 11 മൊബൈൽ ഫോണുകളും 1 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. 5 മൊബൈൽ ഫോണുകൾ പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ബാക്കി ഫോണുകൾ വിറ്റതായി സമ്മതിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. ഓലത്താനി സ്വദേശി സുരേഷിന്റെ വീട് കുത്തിത്തുറന്ന് 9 പവനും 5000 രൂപയും കവർന്നു. വീട്ടിലുള്ളവർ പള്ളിയിൽ പോയ സമയത്താണ് കവർച്ച നടന്നത്. നെയ്യാറ്റിൻകര സിഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. ഏവർക്കും ബിബി കായത്തിന്റെ ഈസ്റ്റർ ആശംസകൾ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. എല്ലാ പ്രേക്ഷകർക്കും കേരള വിഷന്റെ ഈസ്റ്റർ ദിനാശംസകൾ. ഈസ്റ്റർ ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. ICL Finco, the intelligent choice. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഐശ്വര്യത്തിന്റെ ഈ വിഷുക്കാലത്ത് 5 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും അണിനിരത്തി മൈജി വിഷു ബമ്പർ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു എസിയുടെ വിലയ്ക്ക് 2 എസികൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. Kavita Gold and Diamonds. Choose your special. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ ബിബി കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം ബിബി കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. അതിവേഗ വാർത്ത തുടരുന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മൊബൈലിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ച് ശല്യപ്പെടുത്താൻ കൊട്ടേഷൻ വാങ്ങിയ 2 പേർ പിടിയിൽ. വെള്ളറട സ്വദേശി സച്ചിൻ, കോട്ടുകോണം സ്വദേശി അനന്തു എന്നിവരെയാണ് വെള്ളറട പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 1 മാസമായി വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശം അയക്കുകയും വിദ്യാർത്ഥിനിയുടെ നമ്പറിൽ വിളിച്ച് ശല്യപ്പെടുത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനി രക്ഷിതാവിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. തിരുവനന്തപുരം കല്ലമ്പലത്ത് നഴ്സിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം തട്ടിയ യുവതി പിടിയിൽ. ആനയറ സ്വദേശി ബീനയാണ് കല്ലമ്പലം പോലീസിന്റെ പിടിയിലായത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കും അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം എടപ്പാൾ സ്വദേശിനിയെ ഫോണിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി 93 ലക്ഷം രൂപ തട്ടിയ കേസിൽ 3 പേരെ മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി സ്വദേശി അജ്മൽ, തൃപ്പനച്ചി സ്വദേശി മനോജ്, അരീക്കോട് സ്വദേശി NP ഷിബിലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരാണെന്നും നമ്പർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് സംഘം പണം തട്ടിയെടുത്തത്. തൃശൂർ തൃപ്രയാർ സെന്ററിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ റിമാൻഡിൽ. താന്യം സ്വദേശി റോഷനാണ് പോലീസ് പിടിയിലായത്. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെ ഇരുമ്പ് വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. മുമ്പുണ്ടായ വൈരാഗ്യത്തിലാണ് റോഷനും സായിരാജും മറ്റ് 2 പേരും ചേർന്ന് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതി പിടിയിൽ. വിവിധ മോഷണ കേസിലെ പ്രതിയായ താജുദ്ദീനാണ് പിടിയിലായത്. വിഴിഞ്ഞത്ത് മോഷണ കേസിൽ പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം നെയ്യാറ്റിൻകര സബ് ജയിലിൽ എത്തിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളഞ്ഞത്. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി രഹസ്യമായി ഫോണിൽ പകർത്തിയ താൽക്കാലിക ജീവനക്കാരന് സസ്പെൻഷൻ. ആശുപത്രിയിലെ അനസ്തേഷ്യൻ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി അരുൺ മൊബൈലിൽ പകർത്തുന്നത് ഡ്യൂട്ടി ഡോക്ടറുടെയും മറ്റു ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം സർക്കാർ ദന്തൽ കോളേജിലെ പീഡോഡോക്ടിക്സ് വിഭാഗത്തിലേക്ക് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത പീഡോഡോക്ടിക്സ് വിഭാഗത്തിൽ MDS ഡെന്റൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ 18-40 പ്രായപരിധിയിലുള്ളവർക്ക് അപേക്ഷിക്കാം. തൃശൂർ മായന്നൂരിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ 2ാം വിള വിതച്ചത് കൊയ്തെടുക്കാനാകാതെ കർഷകർ. നെൽപ്പാടങ്ങളിലെ വെള്ളം ഒഴിഞ്ഞു പോകാത്തതാണ് കൊയ്ത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കൊയ്ത്തിനായി കൊണ്ടുവന്ന കൊയ്ത്തു യന്ത്രങ്ങൾ പാടത്തെ ചളിയിൽ താഴുന്നത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. തൃശൂർ ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിന് പിന്നാലെ ദുരിതത്തിലായി യാത്രക്കാർ. മുന്നറിയിപ്പില്ലാതെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വയനാട്ടിലെ വനാതിർത്തി ഗ്രാമമായ കുണ്ടർ ഉന്നതിയിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി ഗോത്ര കുടുംബങ്ങൾ. ഉന്നതിയിലെ 5 കുടുംബങ്ങളാണ് വൈദ്യുതിയില്ലാതെ ഇരുട്ടിലായത്. ട്രൈബൽ വകുപ്പ് ഇടപെട്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇ-പാസ് നിർബന്ധമാക്കിയതോടെ ഊട്ടിയെ കൈയൊഴിഞ്ഞ് സഞ്ചാരികൾ. മധ്യവേനൽ അവധിക്കാലവും വിഷുവും ഈസ്റ്ററും ആഘോഷിക്കാൻ മുൻപ് സഞ്ചാരികൾ തിരഞ്ഞെടുത്തിരുന്ന പ്രധാന ടൂറിസം കേന്ദ്രമായിരുന്നു തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി. തൃശൂർ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ പര്യടനം ആരംഭിച്ചു. പര്യടനം ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ലഘുനാടകങ്ങളും നൃത്തശില്പങ്ങളും 27 കുട്ടികൾ അടങ്ങിയ വേനൽ തുമ്പികളും അവതരിപ്പിച്ചു. തൃശൂർ പാലിയക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കളക്ടറുടെ ഉത്തരവ് മണിക്കൂറുകൾക്കകം കളക്ടർ തന്നെ മരവിപ്പിച്ചു. ഏപ്രിൽ 16 പുറപ്പെടുവിച്ച ഉത്തരവാണ് മരവിപ്പിച്ചത്. ദേശീയപാത അതോറിറ്റി അധികൃതർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാവകാശം തേടി കളക്ടറെ സമീപിച്ചതോടെയാണ് ഉത്തരവ് മരവിപ്പിച്ചത്. തൃശൂർ അന്തിക്കാടിൽ വോയിസ് ഓഫ് കാരമുക്കിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സെമിനാർ നടത്തി. അന്തിക്കാട് SI ഉമ്മർ, ASI നാസർ എന്നിവർ ക്ലാസ് എടുത്തു. തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 23 പ്രൗഢഗംഭീരമായി ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധതരം പരിപാടികൾ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് B ശ്രീധരൻ, സെക്രട്ടറി PR സുരേഷ് എന്നിവർ അറിയിച്ചു. കാസർകോട് കയ്യൂർ മുഴക്കോം ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങിൽ നിറഞ്ഞാടി കാലിച്ചാൻ തെയ്യം. കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യ തൊഴിലായി സ്വീകരിച്ച സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളാണ് കാലിച്ചാൻ കാവുകൾ. തൃശൂർ വെളുത്തൂരിൽ നാടകം ലഹരിയാക്കി ഒരു സംഘം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും. ഒഴിവ് സമയങ്ങൾ നാടകത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് വെളുത്തൂർ ഷോഘൺ ക്ലബിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും.
ഇവർ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ നാടകം കൽവിളക്ക് ഈ മാസം വേദിയിലെത്തും. തൃശൂർ മണലൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന VN നാരായണന്റെ 5ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. രാവിലെ നടന്ന അനുസ്മരണ യോഗം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ മനോജ് കൊളശ്ശേരി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർ, പാർട്ടി പ്രവർത്തകർ, സംഘടനാ നേതാക്കൾ തുടങ്ങി ഒട്ടനവധി പേർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊല്ലത്ത് മത്സ്യവിപണനം നടത്താനുള്ള അനുമതി ലഭിച്ചു. കൊല്ലം കളക്ടർ ദേവിദാസ് മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് 5 ചെറു ഹാർബറുകളിൽ വിപണനം നടത്താനുള്ള തീരുമാനത്തിന് അംഗീകാരമായത്. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയുടെ മുൻപിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഇടുക്കി MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. മലപ്പുറം കുറ്റിപ്പുറം തവനൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം ഭാഗികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരി വീതിയിൽ നിർമ്മിച്ച പാലത്തിന്റെ പൊന്നാനി ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന 3 വരിപ്പാത മാത്രമാണ് തുറന്നുകൊടുത്തത്. 2022 ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ ആരംഭിച്ചത്. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്?